ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അദ്ധ്യായം 18. കാശികോസലാദിദേശ വിജയം. പ്രദ്യുമ്നൻ ഗയയിലെത്തി ദിഗ്വിജയത്തിനായി. ഫൽഗുതീരത്തിൽ കുളിച്ച് അന്യദേശങ്ങളെ ജയിക്കുവാനായി സൈന്യസമേതം പുറപ്പെട്ടു. ജരാസന്ധനെ ജയിച്ചുവെന്നും മറ്റും കേട്ട രാജാക്കന്മാർ ഭയപ്പെട്ട് പ്രദ്യുമ്നന് കപ്പം കൊടുത്ത് ശരണം പ്രാപിച്ചു. പ്രദ്യുമ്നനും സൈന്യവും ഗൗതമി, സരയു, അനുസ്രോതം എന്നീ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് ഗംഗാതീരത്തുള്ള കാശിയിലെത്തി. അവിടുത്തെ രാജാവായ പാർഷ്ണിഗ്രാഹൻ പ്രദ്യുമ്നനെ കണ്ട് കപ്പം കൊടുത്തു. പിന്നീട് പ്രദ്യുമ്നൻ കോസലത്തിലെത്തി അയോധ്യയ്ക്കടുത്തുള്ള നന്ദിഗ്രാമത്തിൽ താമസിച്ചു. കോസല രാജാവായ നഗ്നജിത്ത് പ്രദ്യുമ്നന് ചതുരംഗപ്പടയെയും നൽകി. ഉത്തരേശ്വരനായ ദീപദമൻ, നയപാലാദീശ്വരനായ ഗജൻ, വിശാലരാജാവായ ബർഹിണൻ എന്നിവരെല്ലാം പ്രദ്യുമ്നന് കപ്പം കൊടുത്ത് കീഴടങ്ങി. കൃഷ്ണഭക്തനായ നൈമിശേഷൻ തൊഴുകൈയോടെ കപ്പം നൽകിക്കൊണ്ട് പ്രദ്യുമ്നനെ സ്വീകരിച്ച് സൽക്കരിച്ചു. പ്രദ്യുമ്നൻ യാത്ര തുടർന്ന് പ്രയാഗയിലും ത്രിവേണിയിലും തീർത്ഥസ്നാനം ചെയ്ത് ദാനങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങി. കാരൂഷാധിപനായ പൗണ്ഡ്രൻ ശ്രീകൃഷ്ണ ശത്രുവാണെങ്കിലും ശങ്കിച്ചുകൊണ്ട് പ്രദ്യുമ്നനെ ആദരിക്കുകയാണ് ഉണ്ടായത്. പാഞ്ചാലത്തിലെയും കന്യാകുബ്ജത്തിലെയും രാജാക്കന്മാർ പ്രദ്യുമ്നൻ വരുന്നത് കണ്ടിട്ട് ഭയപ്പെട്ട് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ബിന്ദുദേശാധിപനായ ദീർഘബാഹു പ്രദ്യുമ്നനുമായി സന്ധി ചെയ്തു. അനന്തരം അദ്ദേഹം കൃഷ്ണപുത്രന്മാരുടെ അസ്ത്രപ്രയോഗ സാമർഥ്യം പരീക്ഷിക്കുവാൻ ഒരു പന്തയം ഏർപ്പെടുത്തി. പന്തയത്തിൽ 18 പേരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിജയം കൈവരിച്ചു. ദീർഘബാഹു ആദ്യം വിളംബരം ചെയ്തതുപോലെ തന്നെ 18 കന്യകമാരെ കൃഷ്ണപുത്രന്മാരായ 18 പേർക്കും വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് സ്ത്രീധനമായി ചതുരംഗപ്പടയും കൊടുത്തു. പ്രദ്യുമ്നൻ അതെല്ലാം ദ്വാരകയിലേക്ക് അയച്ചു. പ്രദ്യുമ്നൻ പിന്നീട് നിഷധരാജ്യത്തെത്തി. വീരസേനജിത്ത് പ്രദ്യുമ്നന് കപ്പം കൊടുത്തു. അതുപോലെ ഭദ്രാധിപതിയായ ബൃഹൽസേനനും പ്രദ്യുമ്നന് കപ്പം കൊടുത്തു. അനന്തരം ശൂരസേനന്മാരുടെ അടുത്തെത്തിയ പ്രദ്യുമ്നനെ അവർ പൂജിച്ചു. പ്രദ്യുമ്നൻ ആ നഗരത്തെ വലം വെച്ച് വന്ദിച്ചു. നന്ദഗോപൻ, യശോദാദേവി, മറ്റ് ഗോപന്മാർ എന്നിവരെ പ്രദ്യുമ്നൻ വണങ്ങി. അവരാൽ സൽക്കരിക്കപ്പെട്ട അദ്ദേഹം അവിടെ കുറച്ചു ദിവസം താമസിച്ചു. അതായത് വൃന്ദാവനത്തിലാണ് പ്രദ്യുമ്നൻ എത്തിയത്. ഹരേ കൃഷ്ണ.